നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ എത്ര വലിയ പണമുള്ളവനാണെങ്കിലും, ഏത് വലിയ അംബാനിയാണെങ്കിലും, ഏത് അദാനിയാണെങ്കിലും അവനെ മുട്ടുകുത്തിക്കാനുള്ള കരുത്ത് ഇന്ന് വിദ്യാർത്ഥികൾക്കുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സുഹൃത്തുക്കളെ. കാശിന്റെ പേര് പറഞ്ഞ് നമ്മുടെ റൺസനെയും ആശിഖിനെയും ആക്രമിച്ച രണ്ടുപേരെ ഈ കളയിൽ നിന്ന് പിരിച്ചുവിട്ടത് കൊണ്ടൊന്നും ആവുന്നില്ല. റൺസനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് തലയിൽ മാരകമായി പരിക്കേറ്റ് കമ്പിയിട്ടിരിക്കുകയായിരുന്നു. അതേ ഭാഗത്ത് തന്നെയാണ് അടികിട്ടിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവശതയിൽ കിടക്കുന്ന റൺസന് നീതി കിട്ടുന്നവരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടങ്ങും. ഇന്നിവിടുന്ന് തിരിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. കല്യാൺ സിൽസിന്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ നാം ഇവിടെ നിർത്തൂ. അതുവരെയും ഈ പ്രതിഷേധത്തിന്റെ ഓരോ മാർഗങ്ങൾ ഓരോ ദിവസവും ചെല്ലുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരും അടുത്തു പോകരുത്. ഇന്ന് റൺസനാണുണ്ടായെങ്കിൽ നാളെ നമ്മളുടെ അപകടമുണ്ടാകാം. മാധ്യമങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട, പോലീസ് അധികാരികളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട, കോളേജ് അധികാരികളുടെ സപ്പോർട്ട് വേണ്ട. വിദ്യാർത്ഥികളുടെ ബലമാണ് ഏറ്റവും ബലം തെളിയിച്ച എല്ലാവരെയും